നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷേ ഈ ചോറ് എനിക്ക് വേണ്ട. അയ്യോ, ഒരു ഇലയിൽ നിന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ഞാൻ റെഡി. ഞാൻ വാരിത്തരാം, എനിക്കും വാരിത്തരണം. അയ്യോ, വല്ല പ്രതികളും കണ്ടാലോ? തെളിയാത്ത എല്ലാ കേസും ഞാൻ അവന്മാരുടെ തലയിൽ വെക്കും. എന്നാ ഇരിക്കും. ഇവരെല്ലാവരും എന്തോ ടെൻഷനിലാ. എന്താ കാര്യം നിനക്കറിയോ? എനിക്കറിയില്ല. എന്തോ കാര്യമുണ്ട്. അവളിക്കൂടെ ഇല്ലല്ലോ, ആ മീനാക്ഷി. അവളെവിടെ പോയി? അവള് മുറിയിലുമില്ല. ആ കുഞ്ഞു? ആ കുഞ്ഞെന്ന് അവജ്ഞയോട് പറയാതെ. അത് നീ പെറ്റ കുഞ്ഞല്ലേ. നിനക്ക് അതിനോട് ഒരു വികാരവും ഇല്ലേ? ഓ, എന്ത് വികാരം. ആ കുഞ്ഞവിടെ ഉണ്ടോ? അത് ആ തൊട്ടിലി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. കരയുമ്പം ദേ ആ നന്ദിനി പോയി എടുത്തോളൂ. അപ്പൊ അവളെവിടെ പോയി ആ മീനാക്ഷി? അതാ എന്റെ സംശയം. അവളിനി അവന്റെ ഓഫീസിൽ വല്ലതും പോയി കാണോ? ഓഫീസിലേക്ക് പോയ മീനാക്ഷിയുടെ കാര്യം എന്തായി മോളെ? അതാ അമ്മ ഞാനും ആലോചിക്കുന്നത്. ഓ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ. നാരങ്ങാനീര് കൊടുത്ത് സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കുന്നത് പോലെ ഊണും കഴിച്ച് രണ്ടുപേരും കൂടി ആ പ്രശ്നം അവസാനിപ്പിക്കും. മുത്തശ്ശിക്ക് വലിയ ടെൻഷൻ. അവളെ അവര് അവന്റെ അടുത്തേക്ക് അയച്ചിരിക്കുക. ഒരു സംശയവും വേണ്ട. എന്റെ കണ്ണ് വെട്ടിച്ച് അവൾ എങ്ങനെ പോയി? നീ യക്ഷിയെ പോലെ കണ്ണും ജ്വലിപ്പിച്ച് പ്രേതഗാനവും പാടി ചെമ്പകമംഗലത്ത് മുഴുവൻ അലയല്ലേ. എന്നിട്ടും അവള് പോയത് കണ്ടില്ലേ? മീനാക്ഷി ഒന്ന് വിളിച്ചു നോക്കാമോ മോളെ? വിളിക്കണ്ടമ്മ, ഞാനൊരു മെസ്സേജ് അയച്ചു നോക്കാം. മോളെ എന്തായി? മെസ്സേജ് വന്നോ? അമ്മയുടെ മീനാക്ഷിയുടെ മെസ്സേജ് വന്നു. അവർ തമ്മിലുള്ള പിണക്കം മാറി. രണ്ടുപേരും ഓഫീസിൽ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുകയെന്ന്. ഓ ഈശ്വര. ഞാൻ പറഞ്ഞില്ലേ, ദാ ഇത്രയുള്ള കാര്യം. അവരെ ഈ ജനാർദ്ദന കൈബളിന്റെ കൊച്ചുമക്കളാ. ഓ, പിണക്കൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കത്തില്ല. നിന്റെ കൂടെ നടക്കുന്ന എന്നെ ചീഞ്ഞ കവളി മടൽ കൊണ്ട് അടിക്കണം. നീ ഒരു ശാപം പിടിച്ചവളാ. ജഗദീഷേട്ട എങ്ങനെ കണ്ടു വന്നാലേ ഇന്നിവിടെ മാലതീവധം കഥകളി നടക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.